ഏറ്റവും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അകത്തു നിന്നും പുറത്തു നിന്നും ഒരു ഘട്ടത്തിലാണ് ആഗോള തലത്തിലും ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും ഈ ഘട്ടത്തിൽ അഹ്ലുസുന്നയുടെ നിലപാടുകളും അത് മറ്റു കക്ഷികളിൽ നിന്ന് എങ്ങനെ വ്യതിരിക്തമാകുന്നു എന്നതും നാം എല്ലാവരും പഠിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഏത് നിമിഷവും നമ്മുടെ വിശ്വാസത്തെ വ്യതിയാനപ്പെടുത്തുന്ന വലിയ അളവിലുള്ള വലിയ തോതിലുള്ള ആശയപ്രചരണങ്ങൾ നമുക്ക് ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാ, അസുന്നത്തു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. സുന്നത്തിൻ്റെ ആളുകൾ, അഹ്ല് എന്ന് പറഞ്ഞ ആളുകൾ. വൽ ജമാ, ജമാ എന്ന് പറഞ്ഞാൽ കൂട്ടം, സംഘം എന്നൊക്കെയാണ് അർത്ഥം. ഏതാണ് ഈ സംഘം? അതിൽ പണ്ഡിതന്മാർ ധാരാളമായി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായ അഭിപ്രായം ജമാഅത്തു സഹാബ ഫി അസ്രിഹിം, സഹാബികൾ അവരുടെ കാലത്തെ ജമാഅത്ത് സഹാബികളാണ്. പിന്നീട് അഹ്ലുൽ ഇൽമി വ അയിമ്മത്തുൽ ഹുദ, അറിവിൻ്റെയും ഹിദായത്തിൻ്റെയും ആളുകൾ എക്കാലത്തെയും. അതുപോലെ സവാദുൽ ആളം അല്ലദീന അലസുന്ന, സുന്നത്തിൽ അടിയുറച്ച നിലയുറച്ച സമൂഹത്തിലെ മിക്ക ഭൂരിപക്ഷ മുഖ്യ ആളുകൾ. ഇമാം ഷാത്തബി അദ്ദേഹത്തിൻ്റെ അൽ എഴ്തിസാം എന്ന ഗ്രന്ഥത്തിൽ സുന്നത്തിനെക്കുറിച്ചു വളരെ വലിയ ആധികാരികമായ പഠനം, സുന്നത്ത് ബിദ്അത്ത് ചർച്ച ചെയ്യുന്നൊരു ഗ്രന്ഥമാണ് അൽ എഴ്തിസാം. അദ്ദേഹം അതിൽ പറയുന്നു, ഇന്നൽ ജമാ ഹുമുസ് സഹാബ അലൽ ഖുസൂസ് ഫഇന്നഹും അല്ലദീന അഖാമു ഇമാദദ്ദീനി വഅർസൗ ഔതാദഹു വഹുമുല്ലദീന ലാ യജ്തമിഊന അലാ ളലാല അസ്ലൻ വലാ യുംകിനു ഫീമൻ സിവാഹും ദാലിക്. അടിസ്ഥാനപരമായി ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സ്വഹാബികളാണ്. കാരണം അവരാണ് ഈ ദീനിൻ്റെ സ്തംഭത്തെ സ്ഥാപിച്ചതും അതിൻ്റെ ആണികൾ ഉറപ്പിച്ചു നിർത്തിയവരും. അവർ ഒരിക്കലും ദലാലത്തിൽ ഒരുമിച്ച് കൂടുകയില്ല. എന്നാൽ പിന്നീട് വരുന്നവർക്കൊക്കെ അങ്ങനെ സംഭവിക്കാം. സഹാബികൾ ഒരിക്കലും ദലാലത്തിൽ ഒരുമിച്ച് കൂടുകയില്ല. അവരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും ഫിഖ്ഹിയായ, പക്ഷേ വിശ്വാസപരമായി അവർക്ക് യാതൊരു തരത്തിലുള്ള വ്യതിയാനവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് ലോകത്ത് വലിയ ആൾക്കൂട്ടങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് തങ്ങളാണ്, കാരണം തങ്ങളാണ് ഭൂരിപക്ഷം എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും ഭൂരിപക്ഷത്തിൻ്റെയോ ന്യൂനപക്ഷത്തിൻ്റെയോ പ്രശ്നമല്ല അഹ്ലുസുന്നത്തി വൽ ജമാ. സുന്നത്തിനെ പിന്തുടരുകയും ബിദ്അത്തുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നവർ എത്ര ചെറിയ ന്യൂനപക്ഷമാണെങ്കിലും അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാ. സുന്നത്തിനെ കൈവെടിയുകയും ബിദ്അത്തിനെ വാരിപ്പുണരുകയും ചെയ്യുന്നവർ എത്ര ഭൂരിപക്ഷമാണെങ്കിലും അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പുറത്താണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ വളരെ സംക്ഷിപ്തമായി, വളരെ സമഗ്രമായി ഒരു ചെറിയ വാക്കുകളിൽ ഒരുമിച്ച് കൂട്ടി അദ്ദേഹം പറഞ്ഞു, ഹും അസ്സലഫുസ് സാലിഹ് അഹ്ലുൽ കിതാബി വസ്സുന്ന അൽ ആമിലൂന ബി ഹദീ റസൂലില്ലാഹി അൽ മുത്തബിഊന ലി ആസാരി സ്വഹാബ വത്താബിഈൻ വഅയിമ്മത്തുൽ ഹുദാ അൽ മുഖ്തദാ ബിഹിം ഫിദ്ദീൻ അല്ലദീന ലം യബ്തദിഉ വലൻ യുബദ്ദിലു വലം യുഹദിസു ഫീ ദീനില്ലാഹി മാ ലൈസ മിൻഹു. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ മഹത്തുക്കളായ സലഫുസ് സാലികളാണ്, അഥവാ സച്ചരിതരായ പൂർവികരാണ്. ഇസ്ലാമിൻ്റെ പൂർവികരാണവർ, അഥവാ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടരുന്നവരും സഹാബത്തിൻ്റെ ആസാറുകൾ സഹാബത്തിൻ്റെയും താബികളുടെയും ചര്യ ആസാറുകൾ പിന്തുടരുന്നവരുമാണ്. അവർ സന്മാർഗത്തിൻ്റെ നേതാക്കന്മാരാണ്. അവർ ഒരിക്കലും ദീനിൽ യാതൊരു പുത്തനാചാരവും സ്ഥാപിച്ചിട്ടില്ല, ദീനിനെ മാറ്റിമറിച്ചിട്ടുമില്ല, ദീനിലില്ലാത്തതൊന്നും അവർ പുതുതായി അവതരിപ്പിച്ചിട്ടുമില്ല. വളരെ വ്യക്തമായും കൃത്യമായും
അഹ്ലുസുന്നത്തി വൽ ജമാ ആരാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഫത്താവയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത് കാണാം. അപ്പോൾ ആള് എത്ര കാലം കൂടുന്തോറും, അഥവാ ഇസ്ലാമിൻ്റെ ആദ്യകാലത്തിൽ നിന്ന് കാലം മുന്നോട്ട് പോകുന്തോറും സമൂഹത്തിൽ പലതര സ്വാധീനത്തിൻ്റെ ഫലമായി ബിദ്അത്തുകളും ദലാലത്തുകളുമൊക്കെ കടന്നുകൂടിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് മഹാനായ സഹാബി വര്യൻ അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാന മിൻകും മുസ്തന്നൻ ഫല്യസ്തന്ന ബിമൻ ഖദ് മാത്. നിങ്ങൾ ആരുടെയെങ്കിലും ചര്യ പിന്തുടരുന്നുണ്ടെങ്കിൽ മരിച്ചുപോയ അഥവാ കടന്നുപോയ പൂർവീകരുടെ ചര്യ പിന്തുടരട്ടെ. വർത്തമാനകാല സമൂഹത്തിൽ പലതും കടന്നുകൂടും. അദ്ദേഹം അവസാന കാലം ഏകദേശം മരണപ്പെട്ട സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ കാലമായപ്പോഴേക്കും ഇറാഖിലും പേർഷ്യയിലൊക്കെ ഇസ്ലാം ചെന്നെത്തുകയും അവിടെയൊക്കെയുള്ള പല മുൻ ചിന്താഗതികൾ പുതിയ മുസ്ലിങ്ങളിൽ സ്വാധീനിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അഥവാ നിങ്ങൾ കലർപ്പില്ലാത്ത മതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പൂർവികരുടെ അഥവാ സഹാബികളുടെ ചര്യ പിന്തുടരുന്നു കൊള്ളട്ടെ. ഹുദൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയാവുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വകാര്യ സൂക്ഷിപ്പുകാരനായിരുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, കുല്ലു ഇബാദത്തിൻ ലാ യതഅബ്ബദു ബിഹാ അസ്ഹാബു മുഹമ്മദിൻ ഫലാ തതഅബ്ബദുഹാ ഫഇന്നൽ അവ്വല ലം യദഅ ലിൽ ആഖിരി മജാലൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അനുഷ്ഠിക്കാത്ത ഒരു ഇബാദത്തും നിങ്ങൾ അനുഷ്ഠിക്കരുത്. കാരണം പൂർവികർ പിൻഗാമികൾക്ക് മതത്തിൽ യാതൊരു അവസരവും ഒഴിവാക്കിയിട്ടില്ല. അവർ ചെയ്യാത്ത ഒരു ഇബാദത്ത് പുതിയതായി ചെയ്യേണ്ട. ഇപ്പോൾ നബിദിനം നടത്തുന്ന ആളുകൾ സാധാരണ പറയാറുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തൊന്നും നബിദിനം കഴിച്ചിട്ടില്ല, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ പോലെയല്ല, അവരത്ര ശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾക്ക് നബിദിനം പോലുള്ള പുതിയ കൂടുതൽ പുണ്യം കിട്ടുന്ന പുതിയ ഇബാദത്തുകൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്നാണ് അവരും അടിസ്ഥാനപരമായി പറയുന്നത്. നമ്മൾ നബിയുടെ കാലത്തുണ്ടായതല്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, ആദ്യ തലമുറകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾക്ക് അവരെ പോലെ വിശുദ്ധരാകാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യേണ്ടതുണ്ട്. അവർ ചെയ്യാത്ത അത്തരം ഇബാദത്തുകൾ നാം ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്ന് അവർ ന്യായീകരിക്കുന്നത് കാണാം. എന്നാൽ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള യാതൊരു പുതിയ ഇബാദത്തിൻ്റെയും ആവശ്യമില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഇമാം മാലിക് റഹിമഹുല്ലാ പറയുകയുണ്ടായി, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്തൊരു പുതിയൊരു ആചാരം നല്ലതാണെന്ന് വിചാരിച്ച ആരെങ്കിലും അനുഷ്ഠിച്ചാൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റിസാലത്തിൽ വഞ്ചന നടത്തി. കാരണം ആ നല്ലത് എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ല? അപ്പോൾ റിസാലത്തിൽ വഞ്ചന നടത്തി എന്ന് വേണം മനസ്സിലാക്കാൻ എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാ പറയുകയുണ്ടായി. അതുപോലെ ഒമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. ഈ ആയത്തിൽ റസൂലിനോട് ആരെങ്കിലും തർക്കിക്കുകയും ശണ്ട കൂടുകയും മതത്തിൽ റസൂല് ചെയ്യാത്തൊരു കാര്യം റസൂലിനോട് തർക്കിച്ചു കൊണ്ടുവരികയും സത്യം ബോധ്യപ്പെട്ടതിന് ശേഷം മുഅ്മിനീങ്ങളുടേതല്ലാത്ത വഴി സ്വീകരിക്കുകയും ചെയ്യുന്നവനെ അവൻ എങ്ങോട്ടാണോ തിരിഞ്ഞത് അവൻ അങ്ങോട്ട് തിരിക്കും, അവനെ നാം നരകത്തിൽ പ്രവേശിപ്പിക്കും അല്ലാഹു പറയുന്നു. അപ്പം മുഅ്മിനീങ്ങളുടേതല്ലാത്ത വഴി ആരാണ് മുഅ്മിനീങ്ങൾ? ഈ ഹദീസിൻ്റെ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത് കാണാം, മൻ ലന്ന അന്നഹു യഖുദുൽ കിതാബ വസ്മിനൽ കിതാബി വസ്സുന്ന ബിദൂനി അൻ യഖ്തദിയ ബിസ്സഹാബ വയത്തബിഅ ഗൈറ സബീലിഹിം ഫഹുവ മിൻ അഹ്ലിൽ ബിദഅ. ആരെങ്കിലും ഖുർആനും സുന്നത്തും സഹാബികളുടെ അവലംബിക്കാതെ പിന്തുടരുകയാണെങ്കിൽ അവൻ മുസ്ലിമീങ്ങളുടേതല്ലാത്ത വഴിയാണ് സ്വീകരിച്ചത്, അവൻ അഹ്ലുൽ ബിദ്അത്തിൻ്റെ ആളുകൾ. അപ്പോൾ സബീലുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ഇന്ന് സമസ്തക്കാരൊക്കെ പറയും, ഇന്ന് ഭൂരിപക്ഷ മുഅ്മിനീങ്ങളുടെ വഴി, ഞങ്ങളാണ് ഭൂരിപക്ഷം, അതുകൊണ്ട് ഞങ്ങളുടെ വഴി സ്വീകരിക്കാത്തവനെ പറ്റിയാണ് ഈ പറയുന്നത്. അതല്ല,
ഇവിടെ യഥാർത്ഥ മൂമിനുകൾ മാതൃകായോഗ്യരായ എക്കാലത്തെയും വിശ്വാസികളായ സഹാബികളാണ്. അവരുടെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് പുതിയ വഴി സ്വീകരിക്കുക, അങ്ങനെ സ്വീകരിച്ച് അത് സത്യമാണ്, അത് സന്മാർഗമാണെന്ന് വിചാരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് മൂമിനീങ്ങളുടേതല്ലാത്ത വഴി സ്വീകരിക്കുന്നവൻ എന്ന് ഒരു ഉദാഹരണം പറയാം. ഇന്ന് മഹാന്മാരുടെ ഖബറിന് മുകളിൽ ജാറം പണിയുകയും അതിലേക്ക് കാര്യസാധ്യത്തിന് വേണ്ടി പോയി അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പരിപാടി ലോകത്ത് വളരെ വ്യാപകമായ മുസ്ലിം ലോകത്ത് നടക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ മാത്രമൊന്നുമില്ല. നിങ്ങളെ ചില ആളുകൾ തെറ്റിദ്ധരിക്കും അത് ഇവിടെയുള്ളൊരു ആചാരം. 75,000 ദർഗയുള്ള നാടാണ് അൾജീരിയ. ഒരു രാജ്യത്ത് 75,000 ദർഗ. ഈജിപ്തിലും അതിലേപോലെ ഉണ്ട്, ഇറാഖിലും അതുപോലെയുണ്ട്. ജസീറത്തുൽ അറബിലല്ലാത്ത എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങളെ ഈ കെണിയിലകപ്പെടുത്തുന്നതിൽ പിശാച് വിജയിച്ചിട്ടുണ്ട്. പൊന്നാനിക്കടുത്തൊരു അജ്ഞാത മൃതശരീരം കടലിൽ നിന്ന് കരയിൽ അടിയുകയും അത് മുസ്ലിമാണോ അമുസ്ലിമാണോ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള ഒരു മൃതശരീരം, സ്ത്രീയുടെ മൃതശരീരം, അത് ആളുകൾ ഈ പറഞ്ഞ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ കരക്കെടുത്ത് വലിയ ദ്വാരം പണിതു, വലിയ രീതിയിൽ ഒരു തീർത്ഥാടന കേന്ദ്രമായി വികസിപ്പിച്ചു. ഇനി ഈ വിഷയത്തിൽ സഹാബികളുടെ നിലപാടെന്താ എന്ന് നോക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മുസ്ലിങ്ങൾ ഇറാഖ് പിടിച്ചടക്കിയ ഘട്ടത്തിൽ അവിടുത്തെ ആളുകൾ ഇറാഖിൽ ഒരു പ്രദേശം പിടിച്ചടക്കിയപ്പോൾ അവിടുത്തെ ജനങ്ങളെ കയ്യിൽ ഒരു പെട്ടിയിലാക്കിയ ഒരു മൃതശരീരം ഉണ്ടായിരുന്നു, ഒരു പ്രവാചകൻ്റെ മൃതശരീരം. ഔലിയൻ്റെ അല്ല, പ്രവാചകൻ്റെ, ദാനിയേൽ അലൈഹി ഇസ്ലാമിൻ്റെ മൃതശരീരം. 500 കൊല്ലമായിട്ട് അവർ പെട്ടിയിലാക്കിയിട്ട് മൃതശരീരം സൂക്ഷിക്കുകയും അതിൻ്റെ ബർക്കത്തെടുക്കുകയും ചെയ്യണം അമുസ്ലിങ്ങളായ ആളുകൾ. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. പക്ഷെ ആ പ്രദേശം ഇസ്ലാമിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയപ്പോൾ ആ പ്രദേശത്ത് ഫത്ഹാക്കിയ സഹാബികൾ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വിളിച്ചു ചോദിച്ചു, കത്തെഴുതി ചോദിച്ചു, ഇവിടെ മുസ്ലിങ്ങൾ ഇവിടെയുള്ള ആളുകൾ ഒരു പ്രവാചകൻ്റെ മൃതശരീരം സൂക്ഷിക്കുന്നുണ്ട്, അവർ പെട്ടിയിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണ്, അതെന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഭൂരിപക്ഷ മുസ്ലിം സമൂഹത്തിൻ്റെ നിലപാട് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു, സമസ്ത അനുകൂലികളായ ആളുകളുടെ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഹ്ലുസുന്നയുടെ നിലപാട് എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രാത്രിയിൽ 12 ഖബറ് കിളക്കുക, അതിൽ ഒന്നിൽ ഈ മൃതശരീരം മറമാടുക, നേരം പുലരുന്ന സമയത്ത് അവിടെ അങ്ങനെ യാതൊരു ഖബറിൻ്റെയും അവശിഷ്ടമില്ലാത്ത രീതിയിൽ ആ ഭൂമിയെ വെടിപ്പാക്കുക. ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. പക്ഷേ ഇവിടെ അഹ്ലുസുന്നയുടെ പേരിൽ നടക്കുന്ന ആളുകൾ അവരുടെ നിലപാടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇവിടെ കോഴിക്കോടും അപ്പവാണി 100 കേന്ദ്രങ്ങൾ ആളുകളുടെ മഹാന്മാരെന്ന പേരിൽ അവരുടെ ഖബറിടങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. അപ്പോൾ അഹ്ലുസുന്നയുടെ നിലപാട് സഹാബികളുടെ നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ ഇന്ന് തർക്കത്തിലുള്ള ഏതൊരു വിഷയം എടുക്കുകയാണെങ്കിലും അഹ്ലുസുന്നയും അല്ലാത്തവരും തമ്മിലുള്ള തർക്ക വിഷയങ്ങളിൽ സഹാബികളുടെ നിലപാട് എന്തായിരുന്നു എന്ന് വിലയിരുത്തിയാൽ നമുക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെടും. അപ്പോൾ ആളെത്രയുണ്ട് എന്നതല്ല, ഇമാം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഇന്ന മാ അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ വഇൻ കുന്ത വഹ്ദക്. ജമാഅത്ത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് സത്യത്തോട് യോജിക്കുന്നതാണ്. അതിൽ ഒരാൾ മാത്രമാണെങ്കിലും, ഒരു കാലത്ത് ഒരാൾ മാത്രമേ സത്യത്തിൻ്റെ കൂടെയുള്ളൂവെങ്കിൽ അയാളാണ് ജമാഅത്ത് അഥവാ മുസ്ലിം കൂട്ടായ്മ. അയാളുടെ ആ കൂട്ടായ്മയുടെ പ്രതിനിധാനം അദ്ദേഹമാണ്. അല്ലാതെ പുറത്തുള്ള ബഹുഭൂരിപക്ഷമായ മുസ്ലിങ്ങളല്ല ജമാഅത്ത്. ഒരാളാണെങ്കിലും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവൻ, അതാണ് ജമാഅത്ത്. പിന്നീട് എന്താണ് മുസ്ലിം സമുദായത്തിന് ഈ തരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ചത്? നിങ്ങൾക്കൊക്കെ ഒരു സംശയമുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സഹാബത്തിൻ്റെയും നബിയുടെ ചര്യയും പിന്തുടരുന്ന സമൂഹം പിന്നെ എങ്ങനെ വ്യതിചലിച്ചു പോയി? അതിനൊരുപാട് ഘടകങ്ങൾ, കാരണങ്ങളുണ്ട്. ഒന്ന്, മറ്റ് സമൂഹത്തിൻ്റെ കൂടെ കലരേണ്ടി വന്ന ഘട്ടത്തിൽ ആ സമൂഹത്തിൻ്റെ പല സ്വാധീനങ്ങളും ഉണ്ടായി. ഉദാഹരണം ഷിയാക്കൾ. ഷീസം സ്ഥാപിച്ചതൊരു ജൂതനാണ്, അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന്. അയാളുടെ ജൂതമതത്തിലുള്ള മരിച്ച ആൾ തിരിച്ചു വരും
അലി തിരിച്ചു വരും ഈ ലോകത്തേക്ക് തന്നെ, അദ്ദേഹം പലതും നടപ്പാക്കും. റുജിയ എന്ന അയാൾ യഹൂദ സിദ്ധാന്തം അയാൾ ശീസത്തിൽ നടപ്പാക്കി. അതുപോലെ അള്ളാഹുവിന് താൽക്കാലികമായ പിഴവ് സംഭവിക്കും, പിന്നെ അള്ളാഹു തിരുത്തും എന്ന ബദാ എന്ന സിദ്ധാന്തം അയാൾ നടപ്പാക്കി. അതുപോലെയുള്ള മുത്അ താൽക്കാലിക വിവാഹം എന്ന ആചാരം അദ്ദേഹം ഇസ്ലാമിൻ്റെ പേരിൽ നടപ്പാക്കി. ഖുർആൻ അതിൽ ധാരാളം അബദ്ധങ്ങൾ സഹാബികൾ കൂട്ടിക്കടത്തിയിട്ടുണ്ട് എന്ന വിശ്വാസം അയാൾ നടപ്പാക്കി. സഹാബികളെല്ലാവരും കാഫിറുകളായി നബിക്ക് ശേഷം എന്ന ആ വിശ്വാസം അദ്ദേഹം നടപ്പാക്കി. അപ്പോൾ ഒരു ജൂത സിദ്ധാന്തം. അതുപോലെ ജായദ് ബിൻ ദിർഹം എന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമാണ് പിന്നീട് ജഹ്മികൾ നടപ്പാക്കിയത്. അദ്ദേഹം ഡമസ്കസിലെ ക്രൈസ്തവ തത്വശാസ്ത്രജ്ഞന്മാരുടെ അടുത്ത കൂട്ടാളിയായിരുന്നു. അപ്പോൾ ക്രൈസ്തവ തത്വശാസ്ത്ര സ്വാധീനമാണ് അദ്ദേഹം ഈ ആദർശത്തിൽ, ജഹ്മി എന്ന ആദർശത്തിൽ നടപ്പാക്കിയത്. ഖവാരിജുകൾ നബിയെ ചോദ്യം ചെയ്ത ആളുടെ പിന്മുറക്കാരനായിരുന്നു. നബി നീതി കാണിച്ചിട്ടില്ല, നിങ്ങൾ നീതി കാണിക്കണം എന്ന് പറഞ്ഞ ആളുടെ പിന്മുറക്കാരായിരുന്നു അവർ. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു സുഫീൻ യുദ്ധത്തിൽ സന്ധിയിലേർപ്പെട്ടപ്പോൾ അതോടുകൂടി അദ്ദേഹം കാഫിറായി. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ, നിയമം അള്ളാഹുവിന് മാത്രമാണ്. അലി അള്ളാഹു ജനങ്ങളോടാണ്, അവരോടാണ് സന്ധിയിലേർപ്പെട്ടത്, അതുകൊണ്ട് അദ്ദേഹം മുസ്ലിം അല്ല. ഈ രീതിയിലുള്ള പലതരത്തിലുള്ള സ്വാധീനങ്ങളാണ്, വൈദേശിക സ്വാധീനങ്ങളാണ്. ഇറാനിൽ പോയപ്പോൾ ഇറാനിലെ പല മജൂസി ആചാരങ്ങളും അവിടുത്തെ മുസ്ലിങ്ങളിൽ കടന്നുകൂടി. ഇന്ത്യയിൽ വന്നപ്പോൾ കുറേ ഹൈന്ദവ സ്വാധീനം. അപ്പോൾ ഹിന്ദുക്കൾക്ക് നേർച്ച ഉണ്ടായിരുന്നു, പൂരം ഉണ്ടായിരുന്നു. അപ്പോൾ മുസ്ലിങ്ങൾ നേർച്ച അതിന് ബദലായിട്ടുണ്ടാക്കി. അപ്പോൾ നമ്മളടുത്ത് ചെറുപ്പത്തിൽ കുറ്റുപൂസ് കിണറൊക്കെ കൊയ്ക്കുമ്പോൾ ഒരു കുറ്റി അടിച്ചിട്ട് ഒരു തേങ്ങൊക്കെ വെച്ചിട്ട് ഒരു കുറ്റൂസ് അഥവാ കുറ്റുപൂജ നടത്തിയിരുന്നു. അതെങ്ങനെ ഇസ്ലാമിലുണ്ടായി? ഇസ്ലാമിൽ കുറ്റുപൂജ ഇല്ലല്ലോ. അപ്പോൾ അത് ഹൈന്ദവ സ്വാധീനമാണ്. ആ രീതിയിൽ പല വൈദേശിക മത ചിന്താധാരകളുടെ സ്വാധീന ഫലമായിട്ടാണ് മുസ്ലിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചത്. അതുപോലെ ഈ അബ്ബാസി ഖലീഫ മൗമൂൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഗ്രീക്ക് തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ ആ തത്വശാസ്ത്രങ്ങൾ പിന്നീട് മുസ്ലിങ്ങൾ പഠിക്കുകയും അതിൻ്റെ സ്വാധീനത്തിൽ അകപ്പെടുകയും ചെയ്തു. ഉദാഹരണം, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ അതിന് പുറമെ അള്ളാഹു ജൗഹർ, അർള്, ബസീത്ത്, മുറക്കബ്, ഹയൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രീക്ക് ഫിലോസഫിക്കൽ ടേമുകൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ പഠിക്കുന്ന സമ്പ്രദായം തുടങ്ങി. അതാണ് നമ്മൾ പള്ളി ദർസിലൊക്കെ പഠിക്കുന്ന ഷറഉൽ അഖായിദ്, നസഫി തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ അശ്അരികളും മാതുരീദികളും മുഅ്തസിലികളൊക്കെ ഇന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടൂൾസുകൾ. അത് അഹ്ലുസുന്നത്തിൻ്റെ അഥവാ സഹാബത്തിൻ്റെ ചര്യയിൽ നിന്ന് വ്യതിചലിച്ച് ഗ്രീക്ക് തത്വശാസ്ത്രത്തിൻ്റെ സ്വാധീനം, അങ്ങനെ പല വൈദേശിക ചിന്താ പ്രസ്ഥാനം. മൗലാന മൗദൂദി യൂറോപ്യൻ ചിന്തകരുടെ ഏംഗൽസിൻ്റെയും അതുപോലെ ഡെക്കാർത്തയുടെയൊക്കെ പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി അതുപോലെ ഒരു വിപ്ലവ ഇസ്ലാം ഉണ്ടാക്കണം. അങ്ങനെ അദ്ദേഹം വിപ്ലവാധിഷ്ഠിതമായൊരു ഇസ്ലാം, ഒരു ജമാഅത്തെ ഇസ്ലാം ഉണ്ടാക്കി. അങ്ങനെ പല ആളുകൾക്കും അവരുടെ സ്വാധീനങ്ങളിൽ പെട്ടുകൊണ്ടുള്ള പല പ്രസ്ഥാനങ്ങളും പല ചിന്താധാരകളും വരികയും അവരെല്ലാവരും അഹ്ലുസുന്നത്തിൻ്റെ വിരുദ്ധ ചേരിയിൽ നിലയുറപ്പിക്കുകയും ചെയ്തു. സൂഫികൾ അവർ ഇന്ത്യൻ തത്വശാസ്ത്രവും ഇന്ത്യൻ അദ്വൈതവാദവും ഗ്രീക്ക് തത്വശാസ്ത്രവും നിയോ പ്ലാറ്റോണിസവും പേർഷ്യൻ ദർശനവും ഇതെല്ലാത്തിലും സ്വാധീനിച്ചുകൊണ്ട് ഹല്ലാജ് മൻസൂർ എന്ന ഹിജ്റ 300 ജീവിച്ച സൂഫി ഇന്ത്യയിൽ വന്നിട്ട് സിഹിർ പഠിച്ചിട്ട് ബഗ്ദാദിൽ പോയിട്ട് അയാൾ പലതരം മാജിക്കുകളും അവതരിപ്പിച്ചുകൊണ്ട് അയാൾ ആളുകളെ അയാളുടെ ആളുകളാക്കി മാറ്റി. അങ്ങനെ അയാൾ അദ്വൈതവാദം, അനൽ ഹക്ക്, ഞാനാണ് അള്ളാഹു എന്ന വാദത്തിൽ എത്തിച്ചേരുന്ന അവസ്ഥയുണ്ടാവുകയും ഭരണകൂടം അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ രീതിയിലുള്ള വൈദേശിക സ്വാധീനങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ വിവിധ ചിന്താധാരയിലേക്ക് മാറ്റുകയും ആ രീതിയിൽ അവരുടെ യഥാർത്ഥ വിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്തത്. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം.
1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഒരു ബഹുജന പ്രസ്ഥാനം അഹ്ലുസുന്നത്തിൻ്റെ പ്രസ്ഥാനം എന്ന പേരിൽ കേരളത്തിൽ രൂപം കൊണ്ടത്. ഷാഫി പിൻഗാമികളായ ഷാഫി പണ്ഡിതന്മാരുടെ കർമ്മശാസ്ത്രവും സൂഫിസവും അശ്അരി തത്വശാസ്ത്രവുമായിരുന്നു അവരുടെ മുഖമുദ്ര. ഞാൻ പറഞ്ഞു സൂഫിസത്തിൻ്റെ വഴികേടുകൾ, അശ്അരിസത്തിൻ്റെ വ്യതിയാനങ്ങൾ. ഷാഫി മദ്ഹബിലെ പിൽക്കാല പണ്ഡിതന്മാർ സൂഫി സ്വാധീനത്തിൻ്റെ ഫലമായി ഈ ജാറങ്ങളെയും ദർഗകളെയും നേർച്ചകളെയും അതുപോലുള്ള ആചാരങ്ങളെയും എല്ലാം പിന്തുണക്കുന്നൊരു സമൂഹമായി അവസാനകാല പണ്ഡിതന്മാർക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ അതിനെ ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി, ആ ബിദ്അത്തുകളെ അനാചാരങ്ങളെ ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടിയാണ്, അതിനെ നിലനിർത്തുവാൻ വേണ്ടിയാണ് ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത്. 1700-കളിൽ കേരളത്തിൽ വന്ന് കൊണ്ടോട്ടിയിൽ സ്ഥിരതാമസമാക്കിയ കൊണ്ടോട്ടി തങ്ങൾ അദ്ദേഹം ഷിയാ വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തോട് ആ കാലത്തെ കേരളത്തിൽ അഹ്ലുസുന്നയുടെ നേതാക്കളായ ഉമർ ഖാദിയെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിനെതിൽ കുഫ്ർ ഫത്വകൾ നൽകുകയും അദ്ദേഹം ജനങ്ങളോട് തനിക്ക് സുജൂദ് ചെയ്യാൻ പറയുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആചാരമാണെന്നൊക്കെ പറഞ്ഞ് അക്കാലത്തെ പണ്ഡിതന്മാർ അദ്ദേഹത്തെ എതിർത്തു. എന്ന് മാത്രമല്ല 1953 കൊണ്ടോട്ടി തങ്ങളുടെ കേന്ദ്രത്തിൻ്റെ ഉപശാഖയായ പട്ടിക്കാട്ട് മുള്ളിയാക്കുറിശ്ശിയിലുള്ള ആളുകളെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവരോട് ഷഹാദത്ത് ചെല്ലിച്ചു അവരെ അഹ്ലുസുന്നയിലേക്ക് കൊണ്ടുവന്ന ആളുകളാണ്. അവർ മുസ്ലിങ്ങളാണെങ്കിൽ എന്തിനാണ് ഈ ഷിയാക്കളെ ഷഹാദത്ത് കലിമ ചെല്ലിച്ചത്? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ 1953 പെരിന്തൽമണ്ണയിലെ മുള്ളിയാക്കുറിശ്ശിയിലെ ഷിയ തക്കിയയിലെ ആളുകളെ അവർ അഹ്ലുസുന്നയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ പിന്നീട് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കുണ്ടോട്ടി ഷാ തങ്ങളുടെ ജീവചരിത്രം ഇറങ്ങിയപ്പോൾ അതിന് അവതാരിക എഴുതിയത് ഇതേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരാണ്. 1953 അവരെ മുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി കൂട്ടിയ ആളുകളെ അവരുടെ പൂർവികരുടെ ചരിത്രം, അവരുടെ സ്ഥാപകൻ്റെ ചരിത്രം മലയാളത്തിൽ എഴുതപ്പെട്ടപ്പോൾ അതിന് ആമുഖം എഴുതി കൊടുത്തതും ഇതേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറിയാണ്. 1990-കളിൽ ഷിയ വിശ്വാസിയായിരുന്ന CM സാഹിബിനെ സുന്നത്ത് ജമാഅത്തിലേക്ക് നാട്ടിക മൂസ മുസ്ലിയാർ കൊണ്ടുവന്നു, അദ്ദേഹത്തെ സുന്നിയാക്കി എന്നാണ് സമസ്തക്കാർ പറയുന്നത്. എന്നാൽ ഇതേ CM സാഹിബ് 2015 നവംബർ 22 പൊന്നാനിയിൽ നടന്ന ഷിയ രഹസ്യ സമ്മേളനത്തിൽ ഇതുപോലൊരു 100 ആളുകൾ പങ്കെടുത്തൊരു യോഗം ഞാനതിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയത് 1990-കളിൽ നാട്ടിക മൂസ മുസ്ലിയാർ സുന്നിയാക്കിയെന്ന് പ്രചരിപ്പിക്കുന്ന ഈ CM സാഹിബാണ് 2015 മീറ്റിങ്ങിൽ ഷിയാക്കളുടെ രഹസ്യയോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത്. ഈ രീതിയിൽ ഷീയിസം കേരള മുസ്ലിങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്ന പല ആചാരങ്ങൾ, ഈ കോഴിക്കോട് കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പ് ഈ ഹാളിൽ ഒരു പരിപാടി നടക്കുകയുണ്ടായി. വഹാബിസം എന്നൊരു പുസ്തകത്തിൻ്റെ പ്രകാശനം. ആ പ്രകാശനം സംഘടിപ്പിച്ചത് സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയാണ്. അതിൽ പങ്കെടുത്തത് EK വിഭാഗം, AP വിഭാഗം, സംസ്ഥാന വിഭാഗം, ദക്ഷിണ വിഭാഗം, ഷിയ ചിന്തകനായ CM സാഹിബ്. ഇവർക്ക് എല്ലാവർക്കും കൂടി എങ്ങനെ അഹ്ലുസുന്നക്കെതിരിൽ ഒന്നിക്കാൻ സാധിച്ചു എന്നത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണണം. അതുപോലെ 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്റ്റേഡിയത്തിൽ കേരളത്തിലെ പ്രമുഖ, ഞാൻ ഷിയ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്ത് വരുന്ന PT നാസറും CH മുസ്തഫയും ഒരു പരിപാടി നടത്തുകയുണ്ടായി. ആ പരിപാടിയിൽ EK വിഭാഗം, AP വിഭാഗം, പിന്നെ സംസ്ഥാന വിഭാഗം പങ്കെടുക്കുകയുണ്ടായി. അവർ ചർച്ച ചെയ്ത വിഷയം എന്തായിരുന്നല്ലോ? വഹാബിസം ഇസ്ലാമിനോട് ചെയ്തത്, അതായത് വഹാബിസം ഇസ്ലാമിനോട് ചെയ്ത ക്രൂരതയെ ചർച്ച ചെയ്തത്, സംഘടിപ്പിച്ചത് ഷിയാക്കൾ, അതിൽ പങ്കെടുത്തത് EK, AP സംസ്ഥാനം. ഈ രീതിയിൽ അഹ്ലുസുന്നക്കെതിരിൽ കേരളത്തിലെ ഈ കക്ഷികൾ എല്ലാവരും ഒന്നിക്കുന്ന ഒരു പുതിയ സമ്പ്രദായം നമ്മുടെ ഈ കാലത്ത് വളരെയധികം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നത്
നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് പല സിറിയയിലും ഇറാഖിലൊക്കെ സംഭവിച്ചതുപോലെ അവിടുത്തെ അഹ്ലുസുന്നയെ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാഖിലും സിറിയയിലും യമനിലും ആരൊക്കെയാണ് അവർ കക്ഷികൾ? ഇഖ്വാനുൽ മുസ്ലിമൂൻ, ഷിയാക്കൾ, അമേരിക്ക, റഷ്യ തുടങ്ങിയ എല്ലാ കക്ഷികളും ഒന്നിച്ചുകൊണ്ട് സൂഫിസത്തിന് വേണ്ടി അഹ്ലുസുന്നയെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ വിഭാഗത്തിന് എന്തെല്ലാം ഷിയാക്കളുടെ വിശ്വാസവുമായി യോജിപ്പുണ്ട് എന്ന് കാണാം. ഷിയാക്കൾ വിശ്വസിക്കുന്നവർ തങ്ങളുടെ ഇമാമുകൾ ഈ ലോകത്ത് ഒരു ഇല അനങ്ങിയാൽ തങ്ങളുടെ ഇമാമുമാരറിയാതെ ഇല്ല. ലോകത്ത് ആര് മരിച്ചാലും തങ്ങളുടെ ഇമാമുകൾ അറിയും. ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ എന്ത് നടക്കുന്നതും തങ്ങളുടെ ഇമാമുമാർ. ഇത് തന്നെയല്ലേ CM മടവൂർ മുദബ്ബിറുൽ ആലമാണ്, ലോകനിയന്താവാണ് എന്ന് ഇവിടെ പ്രസംഗിച്ച് നടക്കുന്ന സമസ്തയുടെ ലേബിലുള്ള പണ്ഡിതന്മാരും യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നു. ഇത് തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അതുപോലെ ഒരിക്കൽ അഹ്ലുസുന്നക്കെതിരെ ഏറ്റവും വലിയ കൊടുവാളായി പ്രവർത്തിക്കുന്ന റഹ്മത്തുള്ള കാസിമി അദ്ദേഹം പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജർമ്മനിയിലെ ഒരു ഹോസ്പിറ്റലിൽ നേരിട്ട് വന്ന് ഒരാൾക്ക് ഓപ്പറേഷൻ ചെയ്യുകയും അയാളുടെ രോഗം മാറ്റുകയൊക്കെ ചെയ്തു. ആരുടെ വിശ്വാസമാണ്? ഈ മരിച്ചുപോയ ആളുകൾ റുജുഅ തിരിച്ചു വന്ന് ഈ ലോകത്ത് പലതും പ്രവർത്തിക്കുമെന്നത് ഷിയാ വിശ്വാസമാണ്. ഷിയാക്കളുടെ അടിസ്ഥാന പ്രമാണമായ ഒരു കാര്യമാണ് റുജുഅ. മരിച്ചായ ഇമാമുകൾ വീണ്ടും ലോകത്ത് വന്ന് ലോകത്ത് പലതും ചെയ്യാൻ അവർക്ക് സാധിക്കുമെന്നത്. ഈ വിശ്വാസമാണ് ഇയാൾ ഇവിടെ അഹ്ലുസുന്നയുടെ പേരിൽ പുലമ്പുന്നത്. അതുപോലെ ഹുമൈനി അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ഗവൺമെൻറ് എന്ന പുസ്തകത്തിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്ത CMSA ഇന്ന് സമസ്തക്കാരുടെ 90ാം വാർഷിക സമ്മേളനത്തിലെ ആദർശ സെഷനിൽ മുഖ്യപ്രഭാഷണം നടത്തിയ CMSA സാഹിബ് പരിഭാഷപ്പെടുത്തിയ ഈ ഇസ്ലാമിക ഗവൺമെൻറ് എന്ന പുസ്തകത്തിൽ ഈ ഹുമൈനി തങ്ങളുടെ ഇമാമുമാരെ കുറിച്ച് പറയുന്നത് കാണാം. ഇന്നലി അയിമ്മത്തിന മക്കാമൻ മഹമൂദൻ ലാ യബ്ലുഗുഹു മലക്കുൻ മുഖറബുൻ വലാ നബിയുൻ മുർസൽ. ഞങ്ങളുടെ 12 ഇമാമുമാർക്ക് അള്ളാഹുവിൻ്റെ മുഖറബായ മലക്കുകൾക്കോ അള്ളാഹുവിൻ്റെ മുർസലായ പ്രവാചകന്മാർക്കോ ഇല്ലാത്ത മാത്രം സ്ഥാനം പദവിയുണ്ട്. അതാണ് ഷീസത്തിൻ്റെ വിശ്വാസം. ഈ വിശ്വാസമാണ് ഇവിടെ സമസ്തയുടെയും മറ്റും ചെലവിൽ വളരെ രഹസ്യമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ CM താൽക്കാലികമായി മറിഞ്ഞുപോയി, നമ്മളെ കണ്ണിൽ നിന്ന് മറിഞ്ഞിട്ടേ ഉള്ളൂ, അദ്ദേഹം ഇവിടെയുണ്ട്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ഫത്ഹാക്കിയെങ്കിൽ അദ്ദേഹം ലോകം ഫത്ഹാക്കും എന്ന് പ്രസംഗിച്ച ആൾ ഇവിടെ കേരളത്തിലുണ്ട്. എന്താണ് അദ്ദേഹം താൽക്കാലികമായി മറിഞ്ഞിട്ടുള്ളൂ, അദ്ദേഹം നമ്മളെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞത് ഷിയാക്കളുടെ വിശ്വാസമാണ്, റുജിയയാണ്. അപ്പോൾ ഈ രീതിയിൽ ഷീസത്തിൻ്റെ സ്വഭാവങ്ങൾ, അതുപോലെ ഇന്ന് കേരളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന കുത്തിറാത്തീബ് അതെന്താണ്? അത് ഷിയാക്കളുടെ മുഹറം 10 ഒരു ശരീരത്തെ രോഹിക്കുന്ന കുത്തി മുറിവേൽപ്പിക്കുന്ന അവരുടെ ആചാരത്തിൻ്റെ മറ്റൊരു മുഖമാണ് ഈ കുത്തിറാത്തീബിലൂടെ അത് ഈ കേരളത്തിൽ വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നാം മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ ശവകുടീരങ്ങൾ നാം നേരത്തെ പറഞ്ഞു, സഹാബികളുടെ നിലപാടെന്തായിരുന്നു? ആരാണ് ഈ ശവകുടീരങ്ങൾ? മരിച്ചുപോയവരുടെ പേരിൽ വലിയ ജാറങ്ങളും ദർഗകളും സ്ഥാപിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖബർ ഉയർത്തരുത്, അതിൽ എഴുതാൻ പാടില്ല, അതുപോലെ സിമൻ്റ് ഇടരുത്, അമേരിക്കരുത് എന്നൊക്കെ വ്യക്തമായ ഹദീസിലുള്ളതാണ്. പക്ഷേ ഇന്ന് ഇത്ര വലിയ ദർഗകളും ജാറങ്ങളും ആരാണ് ഇസ്ലാമിൽ ഇതിന് തുടക്കം കുറിച്ചത് എന്ന് നോക്കിയാൽ അതും ഷിയാക്കളും ജൂതന്മാരുമൊക്കെ ആയ അല്ലെങ്കിൽ ക്രൈസ്തവരുമായ ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ജാറത്തെക്കുറിച്ച് പറയുന്നത് കാണാം. ഖലീഫ മുന്തസിർ എന്ന അബ്ബാസി ഖലീഫയുടെ ശവകുടീരമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉയർത്തിയ ജാറം. ആ ജാറുണ്ടാക്കിയതാരോ? അദ്ദേഹത്തിൻ്റെ മാതാവായ ക്രൈസ്തവ സ്ത്രീയാണ്. മുസ്ലിങ്ങളല്ല ഇസ്ലാമിലെ ആദ്യത്തെ ജാറുണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ മാതാവ് ഒരു അടിമ സ്ത്രീയായിരുന്നു, ക്രൈസ്തവ സ്ത്രീയായിരുന്നു. ആ ക്രൈസ്തവ സ്ത്രീയാണ് തൻ്റെ മകൻ 26ാം വയസ്സിൽ കൊല്ലപ്പെട്ടപ്പോൾ ആ മകൻ്റെ ഖബറിൻ്റെ മുകളിൽ ഇസ്ലാമിക ചരിത്രത്തിൽ അതെന്നാ സംഭവിച്ചത്? ഹിജ്റ 284. പിന്നീട് ഇസ്ലാമിൽ രണ്ടാമത്തെ ജാറമുണ്ടാക്കിയത്
സാമാനി, അതായത് ഇന്നത്തെ റഷ്യയിലെ ഭരണാധികാരിയായിരുന്ന ഷാ ഇസ്മായിലിൻ്റെ ദർഗയാണ് രണ്ടാമത്. അത് ഹിജ്റ 296 ഇവർ ഇസ്ലാമിക പേരിൽ മുസ്ലിങ്ങളാണെങ്കിലും പലതര അനിസ്ലാമിക ആചാരങ്ങളും പിന്തുടരുന്നിരുന്ന ഒരു നമ്മളെ ഇന്ത്യയിലെ മുഗളന്മാരെ പോലെ അതിനേക്കാൾ മോശമായ ഇസ്ലാമിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയാത്തൊരു വിഭാഗമായിരുന്നു ഈ റഷ്യ, ബുഹാറ, സമർക്കന്ത് പ്രദേശം ഭരിച്ചിരുന്ന സാമാനികൾ. മൂന്നാമതായി ഇസ്ലാമിലുണ്ടായ ജാറം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിൽ ഷിയാക്കൾ ഹമദാനി ഷിയാ ഭരണകൂടമാണ് ഹമദാനികൾ. അവർ ഹിജ്റ 317 സ്ഥാപിച്ച ജാറം. അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട ജാറങ്ങളുടെ ശവകുടീരങ്ങളുടെ ചരിത്രമാണിത്. ഇവിടെ അഹ്ലുസുന്ന എവിടെ? ശുദ്ധ നൂറ്റാണ്ടുകളിൽ 1, 2, 3 നൂറ്റാണ്ടുകളിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു ജാറും ഉണ്ടാക്കിയിട്ടില്ല ആരും. ഒരു സഹാബികളുടെ ഖബറിലും ഒരു താബിയുടെ ഖബറിലും ജാറുണ്ടാക്കിയില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഇന്നത്തെ കുറേ നബിമാരും സഹാബികളൊക്കെ ഖബറിൽ ഇന്ന് ജാറുണ്ടായത്? ഇന്നിപ്പോൾ ഷാഫി ഇമാമിൻ്റെ ഈജിപ്തിൽ വലിയ ജാറുണ്ട്. അതേമാതിരി മൂസാ നബി എന്ന ഈ ഇബ്രാഹിം നബി പല പ്രവാചകന്മാരുടെ ഖബറിലും ജാറമുണ്ട്. അത് ആര് സ്ഥാപിച്ച? അത് ഈജിപ്ത് ഫാത്തിമി ഷിയാക്കൾ ഭരിച്ചിരുന്ന കാലത്താണ് ഈ മഹാന്മാരുടെയും പ്രവാചകന്മാരുടെയും ഒക്കെ ഖബറിൽ ജാറമായി സ്ഥാപിച്ചത്. പക്ഷേ ഇപ്പോൾ ആളുകൾ നമ്മോട് പറയുന്നു അവിടെയൊക്കെ ജാറുണ്ടല്ലോ, നിങ്ങളെന്താണ് ജാറത്തെ എതിർക്കുന്നത്? ഇപ്പോൾ സാധാരണ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ ബഖിയയിൽ ജാറമുണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ, ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ പേരിൽ, സഹാബികളുടെയൊക്കെ പേരിൽ ജാറുണ്ടായിരുന്നു. അതൊക്കെ വഹാബികൾ 1920 അധിനിവേശം നടത്തിയപ്പോൾ പൊളിച്ചതാണ് എന്ന് പറയും. സ്വാഭാവികമായിട്ടും ശരിയാണത്. പക്ഷേ ആരാണ് ഈ ജാറുണ്ടാക്കിയത്? സഹാബികളാണോ? അല്ല. താബികളാണോ? അല്ല. താബികളാണോ? അല്ല. പിന്നെ അബ്ബാസികളാണോ? ഉമവികളാണോ? അല്ല. പിന്നെ ആരാണ്? അത് കേവലം 600 കൊല്ലം മുമ്പ് ജസീറത്തുൽ അറബ്, ഹിജാസ് ഭരിച്ചിരുന്ന മംലൂക്കുകളാണ്, അഥവാ അല്ലെങ്കിൽ പിന്നെ തുർക്കികളാണ്. 500 കൊല്ലം മുമ്പ് ഇന്നത്തെ സൗദി അറേബ്യ ഭരിച്ചിരുന്ന തുർക്കികളാണ് ഈ ജാറ സംസ്കാരം ജസീറത്തുൽ അറബിൽ സ്ഥാപിച്ചത്. അതിന് മുമ്പ് നബിയുടെ പച്ചക്കുപ്പ് സ്ഥാപിച്ചത് മംലൂക്കുകളാണ്. ഇതൊന്നും ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് സംഭവിച്ച ചരിത്രങ്ങളല്ല. അപ്പോൾ ചരിത്രം നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി പഠിച്ചാൽ മാത്രമേ ഇക്കാര്യം മനസ്സിലാക്കാൻ സാധിക്കൂ. അതുപോലെ കേരളത്തിൽ സമസ്തയുടെയും മറ്റൊക്കെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ ആചരിക്കപ്പെടുന്ന ഒരു ആഘോഷമാണ് നബിദിനം. ആരാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നബിദിനം? സൗദിയിലുണ്ട്, അല്ല അമേരിക്കയിലുണ്ട്, പല സ്ഥലത്തുണ്ട്, പിന്നെ യൂറോപ്പിലുണ്ട്, മലേഷ്യയിലുണ്ട് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ശരിയാണത്. പക്ഷെ ആരാണ് ഈ ആഘോഷം ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത്? അത് കൊണ്ടുവന്നത് ഈജിപ്തിലെ ഫാത്തിമി ഭരണകൂടത്തിലെ ഖലീഫയായിരുന്ന അൽ മുഇസ്സുലിദീനില്ല എന്ന ആളാണ്. ഹിജ്റ 360കളിൽ ആദ്യമായി ഇസ്ലാമിക ലോകത്ത് നബിദിനാഘോഷം ഇയാൾ കൊണ്ടുവന്ന മറ്റൊരു ആചാരം എന്താ അറിയോ? മിമ്പറിൽ എല്ലാ പള്ളിയിലും ഖുതുബയിൽ സഹാബികളെ ശപിക്കണം എന്ന ആചാരം ഈജിപ്തിലെ പള്ളികളിൽ തൻ്റെ അധികാരമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് ഈജിപ്തിൽ നടപ്പാക്കിയ രാജാവാണ് അൽ മുഇസ്സുലിദീനില്ല. അയാളാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് നബിദിനാഘോഷം നടത്തിയത്. അപ്പോൾ ഭൂരിപക്ഷം ആളുകൾ നടത്തുന്നു എന്നതുകൊണ്ടോ ഇന്ന് ലോകമൊട്ടാകെ നടക്കുന്നു എന്നതുകൊണ്ടോ അത് ഇസ്ലാമിൻ്റെയോ അഹ്ലുസുന്നയുടെയോ ആചാരമായി മാറുന്നില്ല. അത് ആര് സ്ഥാപിച്ചു? അദ്ദേഹം നബിദിനം മാത്രമല്ല സ്ഥാപിച്ചത്, 12 ആഘോഷം അന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും എന്താ ഇവർ നടത്താത്തത്? ക്രിസ്മസ് അദ്ദേഹം സ്ഥാപിച്ചതാണ്. ഈജിപ്തിൽ ആദ്യമായിട്ട് ക്രിസ്തുമസ് ആഘോഷം സ്ഥാപിച്ചത് ഇയാളാണ്. ഈജിപ്തിൽ ആദ്യമായിട്ട് ഫാത്തിമ ബിയുടെ ജന്മദിനം ആഘോഷിച്ചത് ഇദ്ദേഹമാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജന്മദിനം ആഘോഷിച്ചത് ഇദ്ദേഹമാണ്. അതുപോലെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജന്മദിനം ആഘോഷിച്ചത് ഇദ്ദേഹമാണ്. അതുപോലെ പേർഷ്യക്കാരുടെ നൈറൂസ് ആഘോഷം ഇദ്ദേഹം സ്ഥാപിച്ച മറ്റൊരു ആചാരമാണ്. ഇങ്ങനെ 12ഓളം ആഘോഷം ഇസ്ലാമിക സമൂഹത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടപ്പാക്കിയത് ഷിയാ ഭരണാധികാരിയായ അൽ മുഇസ്സുലിദീനില്ല എന്നാളായിരുന്നു. ഈ രീതിയിൽ പല ഹൈന്ദവാചാരങ്ങളും പല ക്രൈസ്തവാചാരങ്ങളുമൊക്കെ ഈ ഇസ്ലാമിക സമൂഹത്തിൽ അതിൻ്റെ സ്വാധീന ഫലമായി അവരോടൊപ്പം ജീവിച്ചതിൻ്റെ ഫലമായി സമൂഹത്തിലേക്ക് കടന്നു വന്നു. അതൊന്നും അഹ്ലുസുന്നയുടെ ലേബിളിൽ നമുക്ക് അത് അംഗീകരിക്കാനോ
അത് അത് അഹ്ലുസുന്നയുടെ വിശ്വാസമാണെന്ന് വാദിക്കാൻ ഒരിക്കലും സ്ഥാപിക്കുകയില്ല. ഇനി മറ്റൊരു ഗുരുതരമായ അപകടം, ഇന്ന് ലോകത്ത് സൂഫിസം പ്രചരിപ്പിക്കുവാൻ അമേരിക്കയും റഷ്യയും ഇറാനും തുർക്കിയും ഇഖ്വാനും ഒന്നിച്ച് അഹ്ലുസുന്നക്കെതിരിൽ നീങ്ങുന്ന ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2016 ഗ്രോസ്നി അഥവാ ഇന്നത്തെ ചെച്ചിനിയയുടെ തലസ്ഥാനമായ ഗ്രോസ്നിയിൽ അഹ്ലുസുന്നത്തി വൽ ജമാ സമ്മേളനം, മൂത്തമറു അഹ്ലുസുന്നത്തി വൽ ജമാ അഹ്ലുസുന്ന സമ്മേളനം നടക്കുകയുണ്ട്. ആരാണ് സമ്മേളനം സ്ഥാപിച്ചതോ? ചെച്ചിനിയയിലെ ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കുവാൻ പുട്ടിനെ സഹായിച്ച റമദാൻ ഖദീറോഫ് എന്ന ചെച്ചിനിയയിലെ ഭരണാധികാരിയാണ് ഈ അഹ്ലുസുന്ന സമ്മേളനം നടത്തിയത്. ഇതിലാരൊക്കെ പങ്കെടുത്തരോ? കേരളത്തിൽ നിന്ന് കാന്തപുരം, അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റാളുകൾ, അതുപോലെ അലി ജുമാ ഈജിപ്തിൽ നിന്ന്, അലി ജിഫ്രി യമനിൽ നിന്ന്, അതുപോലെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് അദ്നാൻ ഇബ്രാഹിം, അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സലഫി വിരുദ്ധരായ ആളുകൾ ആ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ ഖദീറോഫ് എന്ന് പറഞ്ഞ ആള് അർദ്ധനഗ്നകളായ സ്ത്രീകളോട് കൈപിടിച്ചുകൊണ്ട് നൃത്തം ചവിട്ടുന്നത് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ദർശിക്കാൻ സാധിക്കും. ഇയാളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സമ്മേളനം നടത്തി. ഇതിൽ പോകുന്ന ആളുകൾ നമ്മുടെ ഉസ്താദ് അടക്കമുള്ള ആളുകളാണ് ഇതിൽ പങ്കെടുത്തത്. എന്നിട്ട് ഇവർ തീരുമാനിച്ചെന്ത്, അഹ്ലുൽ ഹദീസുകാർ അഹ്ലുസുന്നയിൽപ്പെട്ടവരല്ല, അഥവാ സലഫികൾ അഹ്ലുസുന്നയിൽപ്പെട്ടവരല്ല, അവരെ പുറത്താക്കാൻ വേണ്ടിയായിരുന്നു ഈ സമ്മേളനം നടത്തിയത്. അപ്പോൾ റഷ്യയാണ് ഇതിന് ഫണ്ട് നൽകിയത്. അപ്പോൾ റഷ്യ അഹ്ലുസുന്നത്തിനെതിരാണ്. മറ്റൊന്ന്, ഇതിൽ പങ്കെടുത്ത അദ്നാൻ ഇബ്രാഹിം എന്ന് പറഞ്ഞ ആൾ ആയിഷ ബീവി തെമ്മാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതുകയും നൂറുകണക്കിന് പ്രഭാഷണം നടത്തുകയും ചെയ്ത ആളാണ് അഹ്ലുസുന്നത്തിൻ്റെ സമ്മേളനത്തിൽ. ഏത് മതക്കാരനും സ്വർഗത്തിൽ കിടക്കുമെന്ന് പ്രചരിപ്പിക്കുന്ന അലി ജുമായാണ് ഈ സമ്മേളനത്തിലെ മറ്റൊരു മുഖ്യ സുന്നി പണ്ഡിതനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ആളുകൾ, പലതരത്തിലുള്ള വികല വിശ്വാസം പേറുന്ന ആളുകൾ അഹ്ലുസുന്നത്തിനെതിരിൽ ഇന്ന് ഒറ്റക്കെട്ടാവുകയും അഹ്ലുസുന്നത്തിൻ്റെ ആളുകളെ അല്ലെങ്കിൽ സലഫികളെ അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്താക്കുകയും. ഇനി അമേരിക്കയുടെ റോൾ, 2010 പ്രമുഖ സിറിയൻ സുന്നി പണ്ഡിതനായിരുന്നു, കേരളത്തിലെ സുന്നികളെ ആചാരം പിന്തുടരുന്ന സയ്യിദ് റമദാൻ ബൂത്തിയുടെ ശിഷ്യൻ മാഹിറുൽ ഇന്ദി പറയുകയുണ്ടായി, ഞങ്ങൾക്ക് അഷ്അരി പണ്ഡിതന്മാർക്ക് ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ് 1 മാസത്തെ ട്രെയിനിങ് നൽകുകയുണ്ടായി. ആർക്ക്? അഷ്അരിസം വളർത്താൻ ബ്രിട്ടന് വലിയ താല്പര്യം. അതാണ് അഹ്ലുസുന്ന. ആ അഹ്ലുസുന്ന എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആരാണ് ഫണ്ട് നൽകുന്നത്? ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ്. ആരാ പറയുന്നത്? മാഹിറുൽ ഇന്ദി എന്ന സയ്യിദ് റമദാൻ ബൂത്തിയുടെ ശിഷ്യൻ. അതുപോലെ 2013 അൽ മുജ്തമ വാരികയിൽ ഒരു വാർത്ത ഞാൻ വായിക്കുകയുണ്ടായി. അമേരിക്ക $2 മില്യൺ പാകിസ്ഥാനിലെ തകർന്ന ദർഗകൾ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി പാകിസ്ഥാനിൽ നൽകിയെന്ന്. അല്ല, ദർഗ സ്ഥാപിക്കാൻ, അത് പുനഃസ്ഥാപിക്കുന്നതിലൊക്കെ ബേജാറ് അമേരിക്കക്കാണ്. അവരാണ് അഹ്ലുസുന്ന സ്ഥാപിക്കുന്നത്. അതുപോലെ സുഡാനിലെ സൂഫി പണ്ഡിതനായ മുന്തസിർ അൽ ഉസൈർ എന്ന ആൾ പറയുകയുണ്ടായി, ഞങ്ങൾ സുഡാനിലെ സൂഫികളും ഇവിടെ കാന്തപുരത്തിൻ്റെ അടുത്ത സുഹൃത്തായ അലി ജിഫ്രിയും ഞങ്ങളെല്ലാവർക്കും അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് വൈറ്റ് ഹൗസിൽ ട്രെയിനിങ് നൽകുകയുണ്ടായി. അതിൽ ധാരാളം പാതിരിമാരും പങ്കെടുക്കുകയുണ്ടായി. അഹ്ലുസുന്നത്തിനെതിരിൽ അമേരിക്കയും റഷ്യയും തുർക്കിയും ഇറാനും ആഗോളതലത്തിൽ വലിയ രീതിയിലുള്ള അജണ്ടകൾ, പ്രചരണങ്ങൾ, പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് എന്നതാണ് ഇതെല്ലാം കാണിക്കുന്നത്. 2014 സൗദി അറേബ്യയെ എങ്ങനെ തകർക്കാം എന്നതിനെക്കുറിച്ച് തുർക്കിയിലെ ഇസ്തംബൂളിൽ ഇഖ്വാനുൽ മുസ്ലിമൂനും തുർക്കിയും ഇറാനും അവരുടെ പ്രതിനിധികൾ സംബന്ധിച്ച് രഹസ്യയോഗം നടത്തുകയുണ്ടായി. അപ്പോൾ ഈ രീതിയിൽ ആഗോളതലത്തിൽ അഹ്ലുസുന്നക്കും അതിൻ്റെ രാജ്യങ്ങൾക്കുമെതിരിൽ അതിനെ അസ്ഥിരപ്പെടുത്തുവാനും അഹ്ലുസുന്നയെ നാമാവശേഷമാക്കുവാനുള്ള വലിയ ഫണ്ടും സംവിധാനങ്ങളും ആഗോളതലത്തിൽ അറബ് വസന്തത്തിലും നടന്നതാണ്. സുന്നി അറബ് രാജ്യങ്ങളെ തകർക്കുവാൻ വേണ്ടി വിദേശ ദുഷ്ടശക്തികളുടെ പ്ലാനിങ്ങോടുകൂടി
ഇഖ്വാനുൽ മുസ്ലിമൂൻ നടപ്പാക്കിയ വലിയൊരു പദ്ധതിയായിരുന്നു അറബ് വസന്തം. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ പദ്ധതിയാണ് ഈ ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഇറാൻ ചെയ്യിപ്പിക്കുന്ന ഫലസ്തീനിലെ മുസ്ലിം വംശീയ ഉന്മൂലനത്തിന് അറിഞ്ഞോ അറിയാതെയോ അതിന് നേതൃത്വം നൽകുന്ന ഹമാസിൻ്റെ പദ്ധതികൾ. അതിപ്പോൾ ജോർദാനിലെത്തിയിട്ടുണ്ട്. ജോർദാനിനെ അസ്ഥിരപ്പെടുത്തുവാനുള്ള വലിയ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസീറത്തുൽ അറബിയ, സൗദി അറേബ്യയെ ഇതിലെ പങ്കാളികളാക്കുകയും അവരെ തകർക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. ഈ രീതിയിൽ ഇസ്ലാമിൻ്റെയും അഹ്ലുസുന്നയുടെയും ശത്രുക്കൾ വലിയ രീതിയിലുള്ള അഹ്ലുസുന്നയെയും അതിൻ്റെ രാഷ്ട്രങ്ങളെയും തകർക്കാനും അസ്ഥിരപ്പെടുത്തുവാനുമുള്ള പദ്ധതികളുമായി, അവിടെ നമ്മളൊരിക്കലും നമ്മളെ അഹ്ലുസുന്നയുടെ വിശ്വാസാചാരങ്ങൾ വ്യതിചലിച്ച് സോഷ്യലിസത്തിലേക്കോ അല്ലെങ്കിൽ മതേതരവാദത്തിലേക്കോ അല്ലെങ്കിൽ ലിബറലിസത്തിലേക്കോ പോയിട്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല. അവർക്ക് കൃത്യമായിട്ട് അറിയാം ആരാണെന്ന് ലോകത്തെ യഥാർത്ഥ മുസ്ലിങ്ങൾ, ആരാണ് യഥാർത്ഥത്തിൽ അല്ലാത്ത മുസ്ലിങ്ങൾ. അവരവർ സഹായിക്കും. യഥാർത്ഥ മുസ്ലിങ്ങൾ അവരെത്ര കുപ്പായം അഴിച്ചു വെച്ചാലും അവരവർ തകർക്കും. അതുകൊണ്ട് വിശ്വാസപരമായി ഉറച്ചു നിൽക്കുകയും അഹ്ലുസുന്നത്തിൻ്റെ ആശയങ്ങളും അഖീദയും പ്രചരിപ്പിക്കുകയും ചെയ്യുവാൻ നാം ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടുകൂടി നാം മുന്നോട്ട് വരേണ്ടതാണ്. ഇന്ന് വളരെ സന്തോഷ വാർത്ത, മുസ്ലിം ലോകത്ത് അഹ്ലുസുന്ന ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. ഇത്രയും വലിയ ആഭ്യന്തര ശൈഥില്യവും ശത്രുക്കളുടെ എതിർപ്പുകളും ഒക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ ഹലറമൗത്ത് തന്നെ സൂഫികളുടെ ലോകത്തെ ഏറ്റവും വലിയ കേന്ദ്രം. പക്ഷേ ഇന്ന് ഹലറമൗത്തിൽ കേരളത്തിലൊക്കെ മുസ്ലിംമാർ പോയിട്ട് ദാറുൽ മുസ്തഫ എന്ന യൂണിവേഴ്സിറ്റി പഠിക്കാറുണ്ട്. പക്ഷേ ദാറുൽ മുസ്തഫ ഒറ്റ സൂഫി കേന്ദ്രമാണെങ്കിൽ ഹലറമൗത്തിൽ അത്ര തന്നെ കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സലഫി മർക്കസുകൾ 4 ഉണ്ട്. 500-ലധികം കുട്ടികൾ പഠിക്കുന്ന 100-കണക്കിന് മസ്ജിദുകൾ ഹലറമൗത്തിലുണ്ട്. അപ്പോൾ അഹ്ലുസുന്ന ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇത്ര ശത്രുത ഉണ്ടായിട്ടും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസദാർഢ്യത്തോടുകൂടി അഹ്ലുസുന്നയുടെ പാതയിൽ അബദ്ധങ്ങൾ തിരുത്തി മുന്നോട്ട് പോകുവാൻ നാം എല്ലാവരും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.